I will study in English. നീ ഇംഗ്ലീഷ് പഠിച്ചോ, അതല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കണേ. But coconut he is saying എന്തുവാന്ന്? എടാ അവളെന്തോ can we date? ബിലിഷ് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ ദൈവം, വന്നത് നിന്നതും ഒക്കെ കണക്കാണല്ലോ. Okay, I am complete speaking English. എന്റെ ദൈവമേ, ഈ പൊട്ടനാണ് ഇത്ര നേരം ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ഇത്രയ്ക്കും നല്ല കിടിലം പൊറോട്ടയും അതുപോലെ തന്നെ ഭീകര ബീഫ് റോസ്റ്റും ഞാൻ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ പേജിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെസ്സേജ് ആണ് നല്ല പൊറോട്ടയും ബീഫും എവിടെ കിട്ടുന്നു. പൊറോട്ടയും ബീഫും ചേട്ടാ കുറച്ച് വായിൽ. ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓരോ രീതിയിലാണ് മനുഷ്യന് മോട്ടിവേഷൻ വരിക. എവിടെ പോയി ഇവരൊക്കെ? എന്നാലും അമ്മേ നമ്മുടെ ഗോവിന്ദന് എനിക്കിപ്പോ എന്നാ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ല. ആ ചെറുക്കനാണ് വ്യാഴം മറിഞ്ഞിരിക്കുക. അതാ ഈ കഷ്ടകാലം മുഴുവൻ ഒരു ജോലിയും ഉറയ്ക്കാതെ. അല്ലമ്മേ, ഈ വ്യാഴം കഴിഞ്ഞ് വെള്ളി വരുമ്പോ ഇതൊക്കെ ശരിയാകത്തില്ലേ? എന്റെ കുഞ്ഞ്, വ്യാഴം കഴിഞ്ഞാൽ വെള്ളിയൊന്നും അല്ല. ഈ കൊച്ചിനൊരു കിണി മണി അറിയത്തില്ല. പിന്നെ ശനിയാണോ? ശനിയുമല്ല, ഇതിനകത്ത് വെള്ളി ശനിയൊന്നും ഇല്ല. ഇനി ശനിദശയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. മോളൊരു കാര്യം ചെയ്യും, അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു 2 ആഴ്ചക്കാലം മീൻ കൂട്ടാതെ ഇറച്ചി കൂട്ടാതെ ഒന്ന് വ്രതം എടുപ്പിക്കണം. നോൺ വെജ് കഴിക്കാതിരുന്ന ഈ വഴിപാട് നടത്തുന്ന എല്ലാം ഫലിക്കുകയും ചെയ്യും. അല്ലമ്മേ, പ്രശ്നം എന്താണെന്നറിയോ? ഈ തീറ്റയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഗോവിന്ദ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു കേസ് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു 10-15 ദിവസം മീൻ അങ്ങ് മേടിക്കാതിരിക്കാം. അവൻ പുറത്തു പോയി കഴിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നീ എന്തോ ആലോചിക്കുന്നു? ഒരു ഐഡിയ ഉണ്ട്. എന്തോ? ഹായ്, അടിപൊളി പൊറോട്ടയും ബീഫും കഴിക്കാലോ. അമ്മ വരട്ടെ. എന്റെ അമ്മ വന്നു. ഞാനിപ്പോ അമ്മേനെ കുറിച്ച് മനസ്സിൽ ഓർത്തേ ഉള്ളൂ. എന്തോർത്തെന്ന്? എന്റെ മനസ്സറിയുന്ന അമ്മയ്ക്കാ. ഓ, അമ്മയ്ക്ക് മാത്രോ? വല്ലപ്പോഴൊക്കെ നീയും അറിയുന്നുണ്ട്. വല്ലപ്പോഴോ? അല്ല, പലപ്പോഴും, എപ്പോഴും. അതൊക്കെ പോട്ടെ, നിങ്ങള് അമ്പലത്തിൽ പോയതാ? അല്ലടാ, ബിരിയാണി മേടിക്കാൻ പോകും. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിച്ചാലോ? പൊറോട്ടയും ബീഫും അല്ലേ? ഇപ്പൊ തരാം. അത് പിടിച്ചേ, ഇപ്പൊ തരാട്ടാ. പൊറോട്ട വാങ്ങി തരണോ? വേണ്ട വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. ആണോ? അമ്മ കുക്കറിലായിരുന്നു ശരി. എന്താ മോള്? എന്താണ് ഗോവിന്ദേട്ടാ? ഓ, പ്രസാദം. ഒന്നും തേച്ചിട്ടില്ലല്ലോ നെറ്റിയില്? അല്ല, ഒരു ചടങ്ങിന്. എന്താണ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയി എന്റെ ഭാര്യ സുന്ദരി കുട്ടിയെ വന്ന് നിൽക്കാറുള്ളൂ? ഇനി മുതലേ എനിക്ക് ഭയങ്കര ഭക്തിയായിരിക്കും. ആരോട്? കൃഷ്ണനോട്. ആണോ? അതെ അതെ. ഗോവിന്ദേട്ടനോടേ ആ, കൃതു എന്ത് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ അനുസരിക്കില്ലേ? ഇല്ലേ? പിന്നെ എന്ത് പറഞ്ഞാലും. ആ, എന്നാലേ ഞാനിപ്പോ പറയാണ് ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ 1001 ശയന പ്രദക്ഷിണം നടത്തണമെന്ന്. കേക്കോ? ചെയ്യും ചെയ്യും. അച്ചോടാ, ചക്കര മുത്താണ്. ആണല്ലേ? 1001 ഉള്ളിൽ 2 പൂജ്യം കൂടെ മാറ്റിത്തരോ പ്ലീസ് ബേബി? പുറമേനല്ല, എനിക്ക് പണിക്ക് പോയ വയർക്കുന്നുള്ള കാര്യം നിനക്ക് അറിയണല്ലേ. എന്റെ ഗോവിന്ദേട്ടന്റെ ജീവൻ നിനക്ക് ഇത്ര പോലും വല്ല. എന്റെ കൃതു പ്ലീസ്, കൃതു ഇപ്പൊ ഉരുളാൻ പറയരുത് കൃതു. ബീഫും പൊറോട്ടയും കഴിക്കാനുള്ളത് കൃതു, പ്ലീസ് കൃതു, പ്ലീസ്. ഞാനൊരു ശയന പ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞ പോലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല അല്ലേ? 1001 ശയന പ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യാ കൃതു. ഞാനിപ്പൊ മരിക്കാൻ പോവാണെന്ന് വിചാരിക്കുക. ജോത്സ്യര് പറഞ്ഞു 1001 ശയന പ്രദക്ഷിണം ചെയ്യണമെന്ന്. ചെയ്യോ? എന്റെ ജീവനാണോ വലുത്, നിങ്ങളുടെ ജീവനാണോ നിങ്ങൾക്ക് വലുത്? ജോലിച്ചരെ കൊണ്ട് ഞാൻ 1001 ശയന പ്രദക്ഷിണം ചെയ്യിപ്പിക്കാൻ കൃതു. ഓഹോ, അപ്പൊ എന്റെ ജീവൻ ഒരു വിലയില്ല. എനിക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ശയന പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ, എന്നാ പിന്നെ ഇനി ശയന പ്രദക്ഷിണം മാത്രല്ല, നിങ്ങള് ബീഫും കഴിക്കാൻ പാടില്ല, ചിക്കനും കഴിക്കാൻ പാടില്ല, നോൺ വെജ് പോയിട്ട് മുട്ട പോലും കഴിക്കാൻ പാടില്ല. പിന്നെ നീ പോയി മരിച്ചോടത്. ചിക്കൻ കഴിക്കരുത്, മീൻ കഴിക്കരുത്. 1001 ശയന പ്രദക്ഷിണമാണ് ഞാൻ ചെയ്യാ. ചിക്കനും മീനും തൊട്ട് കളിക്കരുത് മോളെ. ഗോവിന്ദേട്ടാ, പൊറോട്ട ബീഫ് കഴിക്കാൻ മൂടെ നിൽക്കണം. മൂട്. അതെ, ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ സമയദോഷാണ്, അതുകൊണ്ടാണ് ഗോവിന്ദേട്ടന് ജോലി കിട്ടാത്തത്. അതുകൊണ്ട് ഗോവിന്ദേട്ടനും ഞാനും കൂടെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഞാൻ എന്തിനു പണിക്ക് പോണം? ഐ ഹാവ് എ ജാതിക്ക തോട്ടം. കോടികൾ ഞാൻ കൊയ്യും, കോടികൾ. ഇതിനെ
എന്റെ നാട്ടിലൊക്കെ ഒരു പേര് പറയാം, ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നോട് എല്ലാരും ചോദിക്കാൻ തുടങ്ങി ഗോവിന്ദന് എന്താ ജോലി, ഗോവിന്ദന് എന്താ ജോലിന്ന്. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ മടുത്തു. അതുകൊണ്ട് ഇനി ചിക്കനോ ബീഫോ എന്തെങ്കിലും കൈകൊണ്ട് തൊട്ടാ കൃതു ആരാന്ന് നിങ്ങൾ അറിയും. എന്റെ കൃതു, നീ എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് ജീവിപ്പിക്കല്ലേ. എനിക്കൊരു ജീവനേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റില്ലല്ലോ. ജീവൻ വേണോ അല്ല നിങ്ങളുടെ ആർത്തിയാണോ നിങ്ങൾക്ക് വലുത്? ജീവൻ മതി. ആ അന്ത ഭയം ഒരു കിട്ടും. ശരി, വെക്കോ. എന്റെ അടുത്ത കളി. ചിക്കനില്ല, ബീഫില്ല, മട്ടനില്ല, ഒന്നുമില്ല. ഞാനെങ്ങനെ ജീവിക്കും? ഏത് ജോലിസിനാണ് പട്ടിന്റെ ചട്ട എവിടോ ചോദിച്ചത്? എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാ പറഞ്ഞു? അതെ, ഞാൻ ഈ ഇമോഷൻ എന്ന പാത്രത്തില് കുറച്ച് സ്നേഹം, കുറച്ച് പ്രണയം, കുറച്ച് ദേഷ്യം, പിന്നെ കുറച്ച് വെറുപ്പിക്കലും കൂടെ ആയപ്പോ അവൻ അങ്ങ് സമ്മതിച്ചു. ഇനി അവൻ നോൺ വെജ് എന്ന് കേട്ടാ ഓടും. നടക്കുന്ന കാര്യം വല്ലതും ആണോ? അമ്മ, നടക്കുന്ന കാര്യമാണ്, ഞാൻ നടത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പൊ നടന്നെന്ന് വിചാരിച്ചോ, നമ്മളിവിടെ ഇത്തിരി മീൻ മേടിച്ച് വെച്ചൂന്ന് അറിഞ്ഞ. അല്ല അമ്മേന്റെ സംസാരത്തിന് അത് എന്തോ ഒരു കുഴപ്പം? അത് ഞാൻ ക്ലിപ്പിട്ടതാ. ക്ലിപ്പാ? എന്താ കേട്ടിട്ടില്ല ക്ലിപ്പെന്ന്? എന്ത് ക്ലിപ്പ് കാണിച്ചേ? പല്ലിന്റെ ക്ലിപ്പ്. ഇത് കണ്ടില്ലേ? ഈശ്വരാ, ഇതെപ്പോ? ഇന്നലെ വരെ ഒന്നുമില്ലായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ ഞാനും ഗോവിന്ദനും കൂടെ പല്ലിന്റെ ആശുപത്രി പോയത് നീ കണ്ടില്ലായിരുന്നോ? ഓഹോ, ആ, അത് പല്ലിന്റെ ആശുപത്രിയിലായിരുന്നോ പോയത്? ആശുപത്രി പോകുന്നെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. ആശുപത്രി പോകുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോ അത് എന്നോട് പറയേണ്ട അമ്മയും മോനും കൂടെ പോയി ഒപ്പിച്ചല്ലേ? ഇത് ഇത്രയും വലിയൊരു കാര്യമാണോ? ഒരാഴ്ച മുമ്പ് അങ്ങോട്ട് പോയപ്പോ ശോഭയുടെ മോളാ പറഞ്ഞ ആന്റിയുടെ ചിരി അത്ര പോരാന്ന്. നിനക്കിത് തോന്നിയില്ലല്ലോ? ആന്റിക്ക് ചിരിച്ചിട്ട് ഭംഗിയില്ല, ആന്റി ആ പല്ലിന് ഭയങ്കര വിടവ്, ഭയങ്കര വൃത്തികേടെന്ന്. എന്നിട്ട് നിനക്കിത് തോന്നിയോ? ഇത്ര ശോഭയുടെ മോക്ക് പ്രാന്താന്ന് വിചാരിച്ചിട്ട് എന്റെ അമ്മ എത്ര കാലായി ഞാൻ അമ്മയുടെ എന്റെ മുടി ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി 2000 രൂപ ചോദിച്ചിട്ട് അമ്മ എനിക്ക് തന്നോ? അയ്യോ, പിന്നെ തലമുടി കളർ ചെയ്യാനായിട്ട് 2000 രൂപ. ദാണ്ടെ അപ്പുറത്തെ പറമ്പിലെ മൈലാഞ്ചി ഇപ്പുണ്ട്, അരച്ചു പരട്ടി അങ്ങ് തലയിൽ വെച്ച് പോകും. അത് അമ്മയും ഗോവിന്ദും കൂടി അങ്ങ് പെരട്ടിയാ മതി. ഈ വീട്ടിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, എനിക്ക് പൈസയുമില്ല, ഒന്നുമില്ല. നിങ്ങളെ കല്യാണം കഴിച്ചിട്ടല്ലേ എനിക്ക് ഈ വിധി വന്നേ. ഞാൻ ഇന്ന് ഗോവിന്ദന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ മുടി കളർ ചെയ്തെങ്കിൽ ഈ ക്ലിപ്പ് ഞാൻ വലിച്ചു കിണറ്റിലിടുന്നു. ഇവിടെ പറച്ചില് കേട്ടാത്തൊന്നുമില്ല. ഞാൻ ഇവിടെ കാശ് മേടിച്ച് എന്റെ ഈ പല്ലിന്റെ ക്ലിപ്പ് ഇട്ടാണ്.